നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ് ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ മെറ്റേണിറ്റി ആണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ഓതർ എന്ന് പറയുന്നത് ലില്ലിക നെക്കോസ് ആണ്. അവർ 1903 ജനിച്ചു, 1989 മരിച്ചു. വാസ് എ ഗ്രീക്ക് നോവലിസ്റ്റ്, ജേർണലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ. ഗ്രീക്ക് നോവലിസ്റ്റ് ആണ്, ജേർണലിസ്റ്റ് ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഷീ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് വുമൺ റൈറ്റേഴ്സ് ഓഫ് മോഡേൺ ഗ്രീക്ക് പ്രോസ് ആൻഡ് ഫോർ മെനി ഇയേഴ്സ് ദ ഓൺലി വുമൺ ഇൻ ഗ്രീക്ക് ജേർണലിസം. എന്താണ് മോഡേൺ ഗ്രീക്ക് പ്രോസിന്റെ ആദ്യ വനിതാ റൈറ്റർ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് ലില്ലിക നെക്കോസ്. ഷീ ഈസ് റിമെമ്പേർഡ് ഫോർ ഹർ സ്റ്റോറി കളക്ഷൻ ടൈറ്റിൽഡ് ചിൽഡ്രൻസ് ഇൻഫെർനോ സ്റ്റോറീസ് ഓഫ് ദി ഗ്രേറ്റ് ഫാമിൻ ഇൻ ഗ്രീസ്. അപ്പം അവരുടെ എന്നും ഓർമ്മിക്കുന്ന മികച്ച രചനകളിൽ ഒന്നാണ്. ഏത് രചനകളിലൂടെയൊക്കെയാണ് അവരെ ഓർമ്മിക്കപ്പെടുന്നത്? ചിൽഡ്രൻസ് ഇൻഫെർനോ, അതോടൊപ്പം തന്നെ സ്റ്റോറീസ് ഓഫ് ദ ഗ്രേറ്റ് ഫാമിൻ ഇൻ ഗ്രീസ്. വൺ ഓഫ് ഹർ ബെസ്റ്റ് നോൺ നോവൽസ് ഈസ് ലോസ്റ്റ് സോൾ. അവരുടെ മികച്ച രചനകളിൽ ഒന്നാണ്, മികച്ച നോവലുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ലോസ്റ്റ് സോൾ. അപ്പൊ എന്താണ് ലില്ലിക നെക്കോസ് ഈ ചാപ്റ്ററിലൂടെ പറയുന്നത്? അപ്പൊ എന്താണ് മെറ്റേണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? മെറ്റേണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാതൃത്വം. അപ്പൊ എന്താണ് മെറ്റേണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? മാതൃത്വം. അപ്പൊ എന്താണ് അവർ ഈ ചാപ്റ്ററിൽ, ലില്ലിക നെക്കോസ് ഈ ചാപ്റ്ററിൽ പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വെയർ അറ്റ് മാർസൈലസ്. The camp of Armenian refugees on the outskirts of the town already looked like a small village. They had settled down in any way they could. The richest under tents, the others in the ruined sheds. But the majority of the refugees, having found nothing better, were sheltered under carpets held up at the four corners by stakes. It was more than a month since they were at Marseilles. ഇപ്പം മാർസൈലസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നിട്ട് ഏകദേശം 1 മാസത്തോളം ആയി. ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ്. അപ്പൊ ആരെത്തിച്ചേർന്നിട്ട്? അർമേനിയൻ അഭയാർത്ഥികൾ മാർസൈലസ് എന്ന് പറയുന്ന ഗ്രാമത്തിൽ, പട്ടണത്തിൽ എത്തിച്ചേർന്നിട്ട് ഏകദേശം 1 മാസത്തോളം ആയി. The camp of Armenian refugees on the outskirts of the town already looked like a small village. അപ്പം അർമേനിയൻ അഭയാർത്ഥികളുടെ ക്യാമ്പ്, അവർ താമസിക്കുന്ന ക്യാമ്പ് കണ്ടു കഴിഞ്ഞാൽ ഏതുപോലെ തോന്നും? ലുക്ക് ലൈക്ക് എ സ്മോൾ വില്ലേജ്, ചെറിയ ഒരു ഗ്രാമം പോലെ തോന്നും. ദേ ഹാഡ് സെറ്റിൽ ഡൗൺ ഇൻ എനി വേ ദേ കുഡ്. അവരെ ഓരോരുത്തരെ കൊണ്ടും കഴിയുന്ന രീതിയിൽ അവർ അവിടെ സെറ്റിൽഡ് അല്ലെങ്കിൽ താമസം ഉറപ്പിച്ചു. ദ റിച്ചസ്റ്റ് അണ്ടർ ടെന്റ്സ്, ധനികരായിട്ടുള്ളവർ ടെന്റിന് കീഴിലും, ദ അതേഴ്സ് ഇൻ ദ റൂയിൻ ഷെഡ്സ്, മറ്റുള്ളവര് കുറച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ റൂയിൻഡ് ആയിട്ടുള്ള ഷെഡിന് കീഴിലും താമസം ഉറപ്പിച്ചു. ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ് ഹാവിംഗ് ഫൗണ്ട് നത്തിങ് ബെറ്റർ. എന്നാൽ അവിടെ താമസിക്കുന്ന അഭയാർത്ഥികളിൽ മിക്കവർക്കും മികച്ച രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വേർ ഷെൽട്ടേർഡ് അണ്ടർ കാർപ്പറ്റ്സ് ഹെൽഡ് അപ്പ് അറ്റ് ദ ഫോർ കോർണേഴ്സ് ബൈ സ്റ്റേക്സ്. അപ്പോൾ 4 കോർണറിലും സ്റ്റിക്ക് കൊണ്ട് ഊന്നി ആ കാർപ്പറ്റിന് കീഴിൽ അവർ കഴിയുകയും താമസിക്കുകയും ചെയ്തു. They thought themselves lucky if they could find a sheet to hang up at the sides and wall them from peering eyes. They thought themselves lucky if they could find a sheet. ഒരു ഷീറ്റ് ലഭിച്ചിരുന്നു എങ്കിൽ അവർ ഭാഗ്യമുള്ളവരായിരുന്നു എന്ന് ചിന്തിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ടു ഹാങ് അപ്പ് അറ്റ് ദ സൈഡ്സ്, വശങ്ങളിൽ തൂക്കിയിടുന്നതിന്. അപ്പൊ അവർ താമസിക്കുന്ന ടെന്റിന്റെ വശങ്ങളിൽ ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടി, തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ലഭിച്ചിരുന്നു എങ്കിൽ അവർ ഭാഗ്യമുള്ളവരായിരുന്നു എന്ന് ചിന്തിച്ചു. ആൻഡ് വാൾ ദം ഫ്രം പിയറിംഗ് ഐസ്. അപ്പം പുറത്തുകൂടി പോകുന്ന ആൾക്കാരുടെ ഒളിഞ്ഞോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മറയായിട്ട് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ലഭിച്ചിരുന്നു എങ്കിൽ ഭാഗ്യമുള്ളവരായിരുന്നു അവർ എന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു. Then they felt almost at home. എങ്കിലും അവർക്ക് ആ ക്യാമ്പ് ഒരു വീട് പോലെ അനുഭവപ്പെട്ടു. The men found work no matter what, so that in any case they were not racked with hunger. അപ്പം പുരുഷന്മാരെല്ലാം എന്തെങ്കിലും തരത്തില് ജോലി കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് they were not racked with hunger. അതുകൊണ്ട് അവരുടെ കുടുംബം ദാരിദ്ര്യത്തിൽ അല്ലെങ്കിൽ വിശപ്പില് അകപ്പെട്ടതും ഇല്ല. അപ്പൊ പുരുഷന്മാർക്ക് ജോലിയൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ ജോലിക്ക് പോയി വരുമാനം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് അവരുടെ കുടുംബം വിശപ്പില് അകപ്പെട്ടില്ല. And their children had something to eat.
അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് നൽകാനും കഴിഞ്ഞിരുന്നു. അപ്പൊ പുരുഷന്മാർ എന്തെങ്കിലും ജോലിക്ക് പോയിരുന്നു, അതുകൊണ്ട് അവരുടെ കുടുംബം ബിഷപ്പിൽ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടില്ല. കുട്ടികൾക്കും എന്തെങ്കിലും കഴിക്കാനായി നൽകാനും കഴിഞ്ഞിരുന്നു. All of them, Mikali alone could do nothing. അപ്പൊ അവരില് ആ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ ഇടയിൽ മിക്കാലിക്ക് മാത്രം ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. He ate the stale bread which his neighbors cared to offer, and it weighed on him. അപ്പൊ എന്താണ്? He ate the stale bread which his neighbors cared to offer. അയൽവാസികളെല്ലാം നൽകിയിരുന്ന സ്റ്റെയിൽ ബ്രെഡ്, പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളായിരുന്നു, അല്ലെങ്കിൽ പഴകിയ ഭക്ഷണമായിരുന്നു ആര് കഴിച്ചിരുന്നത്? മിക്കാലി കഴിച്ചിരുന്നത്. ആൻഡ് ഇറ്റ് വെയ്റ്റ് ഓൺ ഹിം, അത് അവനൊരു നാണക്കേടായിട്ട് അല്ലെങ്കിൽ ഭാരമായിട്ട് തോന്നുകയും ചെയ്തിരുന്നു. അപ്പം മിക്കാലി അയൽക്കാർ നൽകിയിരുന്ന ഭക്ഷണമാണ് കഴിച്ചിരുന്നത്, പഴകിയ ഭക്ഷണമൊക്കെയായിരുന്നു കഴിച്ചിരുന്നത്. അത് അവന് ഒരു നാണക്കേടായിട്ട് തോന്നുകയും ചെയ്തു. കാരണം എന്താണ്? ഫോർ ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14, ഹെൽത്തി ആൻഡ് റോബസ്റ്റ്. ഫോർ കാരണം ഹി വാസ് എ ബിഗ് ലാഡ് ഓഫ് 14, അവൻ 14 വയസ്സ് പ്രായമുള്ള ഒരു ലാഡ്, ഒരു ബോയ് ആയിരുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാ? ഹെൽത്തി ആൻഡ് റോബസ്റ്റ്, നല്ല ആരോഗ്യവും കരുത്തുമൊക്കെ ഉള്ള 14 വയസ്സായുള്ള ഒരു കുട്ടിയായിരുന്നത് കാരണം അവന് അയൽക്കാർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഒരു ഭാരമായിട്ട് അല്ലെങ്കിൽ ഒരു നാണക്കേടായിട്ട് തോന്നി. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് when he literally bore on his back the burden of a newborn babe? But how could he think of looking for work? അവന് എങ്ങനെ ഒരു ജോലിയെ കുറിച്ച് ചിന്തിക്കാനായി കഴിയും? When he literally bore on his back the burden of a newborn babe, ഒരു നവജാത ശിശുവിന്റെ ഭാരം കൂടി അക്ഷരാർത്ഥത്തിൽ തോളിൽ ചുമക്കേണ്ടി വന്ന അവന് എങ്ങനെ ഒരു ജോലിയെ കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും? അപ്പൊ ഒരു ന്യൂ ബോൺ ബേബിന്റെ കാര്യം കൂടി നോക്കേണ്ട അവന് എങ്ങനെ ഒരു ജോലിയെ കുറിച്ച് ചിന്തിക്കാനായി കഴിയും? സിൻസ് ഹിസ് ബർത്ത് which had caused his mother's death, he had wailed proclaiming his famished state from morn till night. Since his birth which had caused his mother's death, അപ്പൊ അവന്റെ ജനന സമയത്ത് തന്നെ, ജനിച്ചപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവന്റെ അമ്മ മരണപ്പെട്ടു. He had wailed proclaiming his famished state from morn till night. അവ എന്ത് ചെയ്യുന്നു? ആ കൊച്ചുകുട്ടി രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്യുന്നു? അതിന്റെ ദുരിതകരമായ അവസ്ഥ എല്ലാവരെയും അറിയിച്ചുകൊണ്ട്, പ്രൊക്ലൈം ചെയ്തുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട്, അറിയിച്ചുകൊണ്ട് വെയിൽഡ്, അലറി കരയുന്നു. അപ്പൊ ആ കൊച്ചുകുട്ടി എന്ത് ചെയ്യുന്നു? അതിന്റെ ദുരിതകരമായ അവസ്ഥ, അല്ലെങ്കിൽ വിശന്ന് വലഞ്ഞ് എന്ത് ചെയ്യുന്നു? അലറി കരയുന്നു. അതിന്റെ ദുരിതകരമായ അവസ്ഥ എല്ലാവരെയും അറിയിച്ചുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്യുന്നു? അലറി കരയുകയും ചെയ്യുന്നു. Who could have accepted Mikali's services when his own compatriots had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? അപ്പൊ എന്താണ്? Who could have accepted Mikali's services? ഒരാൾക്ക് എങ്ങനെ മിക്കാലിയുടെ സേവനങ്ങളെ സ്വീകരിക്കാനായി, അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും? When his own compatriots had chased him from their quarters, അവന്റെ കൂടെ ആ ക്യാമ്പിൽ താമസിക്കുന്നവർ തന്നെ അവനെ ആട്ടി ഓടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെ മിക്കാലിയുടെ സേവനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും? അവനെ ആട്ടി ഓടിക്കാൻ കാരണം എന്താണ്? Because they were unable to bear the uninterrupted howls which kept them awake at night. അപ്പൊ രാത്രി പോലും അവരെ ഉണർത്തുന്ന തരത്തില് ഈ കൊച്ചുകുട്ടി അലറി കരയുന്നത് കാരണം എന്ത് ചെയ്യുന്നു? അവന്റെ കൂടെ ക്യാമ്പിൽ താമസിക്കുന്ന മറ്റുള്ളവർ പോലും ഈ മിക്കാലി എന്ന് പറയുന്ന കുട്ടിയെ ആട്ടി പായിക്കുന്നു. അപ്പോൾ എങ്ങനെ ഒരാൾക്ക് മിക്കാലിയുടെ സേവനങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയും? അപ്പം ഈ കുട്ടിയും കൂടെ ഉള്ളത് കാരണം മിക്കാലിക്ക് മറ്റുള്ള ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ എന്താണ്? ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ അതിന്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ കുട്ടി അതിന്റെ ദുരിതകരമായ അവസ്ഥ അറിയിച്ചുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ എന്ത് ചെയ്യുന്നു? അലറിക്കരയുന്നു. അത് കാരണം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവർക്ക് ശല്യമാകുന്ന തരത്തിൽ അലറിക്കരയുന്നു. അത് കാരണം കൂടെ ഉള്ളവർ തന്നെ, മിക്കാലിയുടെ ക്യാമ്പിൽ കൂടെ ഉള്ളവർ തന്നെ മിക്കാലിയെ ആട്ടിപ്പായിക്കുകയും ചെയ്യുന്നു.